എല്ലാവർക്കും ലേൺ വിത്ത് കുഞ്ഞിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓസ്കിയുടെ ഫുൾ പ്രിപ്പറേഷനാണ്. ലൈക്ക് ഫസ്റ്റ് നിങ്ങൾ ഓസ്കിയെ കുറിച്ച് ചിന്തിക്കുകയാണ്, സീറോ നോളജ് ഓസ്കിയുടെ സ്റ്റാർട്ടിങ്. അങ്ങനെയാണെങ്കിൽ ഓസ്കി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു ബിഗിനർ എന്ന നിലയ്ക്ക് എങ്ങനെ നമ്മുടെ ടൈം പ്ലാൻ ചെയ്യാം, എന്തൊക്കെയാണ് പ്രിപ്പറേഷന് വേണ്ടി സെൽഫായിട്ട് ചെയ്യാൻ പറ്റുന്നത് എന്നൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. മൈ നെയിം ഈസ് പുണ്യ, വെൽക്കം ടു ദ വീഡിയോ. നിങ്ങൾ ഓസ്കി എക്സാം എഴുതാൻ വേണ്ടി തീരുമാനിച്ചു. അതിനാണെങ്കിൽ ആദ്യം ഫസ്റ്റ് ചെയ്യേണ്ടത് എക്സാം ബുക്കിംഗ്. സോ എക്സാം ബുക്ക് ചെയ്യണം, അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. എക്സാം ബുക്ക് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ജസ്റ്റ് ചെക്ക് മാർക്കിംഗ് ക്രൈറ്റീരിയ. സോ ജസ്റ്റ് വെബ്സൈറ്റിൽ പോവുക, നിങ്ങൾക്ക് NMC ഓസ്കി മാർക്കിംഗ് ക്രൈറ്റീരിയ എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ തന്നെ ഫസ്റ്റ് ലിങ്ക് വരും. അതിൽ നിന്ന് മാർക്കിംഗ് ക്രൈറ്റീരിയ ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഏതൊക്കെ സ്റ്റേഷൻസ് ഉണ്ട്, എത്ര സ്റ്റേഷൻസ് ഉണ്ട്, അതിൽ എന്തൊക്കെയാണ് NMC പറയുന്ന പ്രൊസീജിയേഴ്സ്, ഇതൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുമോ, എനിക്ക് സെൽഫായിട്ട് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ സെൽഫ് സ്റ്റഡി മതിയോ, അതോ എനിക്ക് ട്രെയിനിങ് ആവശ്യമുണ്ടോ എന്നൊക്കെ ഒന്ന് സ്വയം ചിന്തിക്കുക. ഐ വിൽ സജസ്റ്റ് ട്രെയിനിങ്. ബിക്കോസ് എന്താണ്, നമുക്ക് മാർക്കിംഗ് ക്രൈറ്റീരിയ കാണുന്ന പോലെ ലൈവായിട്ട് ഒരു പ്രൊസീജിയർ പെർഫോം ചെയ്ത് കാണിക്കാൻ പറ്റത്തില്ല. അതിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. ആൻഡ് മോസ്റ്റ് ഓഫ് ദ സ്റ്റേഷൻസ് നമുക്ക് മാനിക്കൻ ആയിരിക്കും കിട്ടുന്നത്. സോ അതിൽ കുറച്ച് ഓൾട്ടറേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഓൾറെഡി എക്സ്പീരിയൻസസ് ഉള്ള, അല്ലെങ്കിൽ ഓൾറെഡി കുറച്ച് സ്റ്റുഡൻസിൻ്റെ ഇൻഫർമേഷൻസ് ഉള്ള, അല്ലെങ്കിൽ ഓൾറെഡി ഓസ്കിയിൽ കൂടെ കടന്നു പോയിട്ടുള്ള ഒരാളിൽ നിന്ന് ട്രെയിനിങ് എടുക്കുന്നതായിരിക്കും ബെറ്റർ. ബിക്കോസ് നമ്മൾ ഇത്രയും ഫീസ് കൊടുത്താണ് ഓസ്കി എക്സാം ബുക്ക് ചെയ്തത്. ഈവൻ 1 സ്റ്റേഷൻ പോയാൽ കൂടെ 1 to 7 സ്റ്റേഷൻസിന് ഇത്രത്തോളം രൂപ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട് സെക്കൻഡറി സെറ്റിങ്ങിന്. സോ ബെറ്റർ ഒരു ട്രെയിനിങ് എടുത്തിട്ട് പോകുന്നതായിരിക്കും നല്ലത്. അപ്പം നമുക്ക് ലൈവായിട്ട് അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്, എന്തൊക്കെയാണ് നമ്മൾ ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും. ആൻഡ് നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റും ബെറ്ററായിട്ട് ഫസ്റ്റ് ടൈമിൽ തന്നെ. സോ മാർക്കിംഗ് ക്രൈറ്റീരിയയിൽ കൂടെ നിങ്ങൾ തന്നെ ഒന്ന് കടന്നു പോവുക. എല്ലാ സ്റ്റേഷൻസും എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റുമോ, എൻ്റെ സെൽഫ് പ്രിപ്പറേഷൻ മതിയോ, നമുക്കൊരു സെൽഫ് അസസ്മെൻ്റ് ഉണ്ടല്ലോ, നമുക്ക് ചെയ്യാൻ പറ്റുമോ, അതോ എനിക്ക് ഒരു ചെറിയൊരു ട്രെയിനിങ്, ഒരു ക്രാഷ് കോഴ്സ് എടുക്കുന്നതായിരിക്കും എന്നെ ഹെൽപ്പ് ചെയ്യുന്നത് എന്നൊക്കെ ജസ്റ്റ് ഒന്ന് ചിന്തിക്കാം. സെക്കൻഡ് സ്റ്റെപ്പായിട്ട് വേണമെങ്കിൽ ബുക്കിങ്ങിനെ എടുക്കാം. നിങ്ങൾക്ക് അറിയാം, ഏകദേശം ഊഹിക്കാം, ഒരു 3 months ടൈം പീരീഡിനുള്ളിൽ എനിക്ക് എക്സാം എഴുതാം, അല്ലെങ്കിൽ 2 months ടൈം പീരീഡിനുള്ളിൽ എനിക്ക് എക്സാം എഴുതാൻ പറ്റും എന്നുള്ള നിങ്ങളുടെ ഒരു സെൽഫ് കോൺഫിഡൻസിൻ്റെ പുറത്ത് നിങ്ങൾക്ക് എക്സാം ബുക്ക് ചെയ്യാവുന്നതാണ്. എക്സാം ബുക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്, നിങ്ങൾക്ക് സ്വയമായിട്ട് നിങ്ങളുടെ ലാപ്ടോപ്പിലോ ഫോണിലോ ഒക്കെ എക്സാം ബുക്ക് ചെയ്യാവുന്നതാണ്. എങ്ങനെയാണ് എക്സാം ബുക്ക് ചെയ്യേണ്ടത് എന്നുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട്. നിങ്ങൾക്ക് അത് യൂട്ടിലൈസ് ചെയ്ത് ആ സ്റ്റെപ്സ് ഫോളോ ചെയ്ത്, ഞാൻ കമ്പ്യൂട്ടറിൽ തന്നെ അത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് ഇട്ടിട്ടുണ്ട്. അത് സ്റ്റെപ്സ് ഫോളോ ചെയ്ത് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ കാർഡ് ഉപയോഗിച്ച് പേ ചെയ്യാവുന്നതാണ്. ഇന്ത്യയിൽ നിന്ന് ഓസ്കി ബുക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡൊക്കെ യൂസ് ചെയ്ത് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്. സോ ആ വീഡിയോ യൂട്ടിലൈസ് ചെയ്ത് നിങ്ങൾക്ക് എക്സാം ബുക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ താമസിക്കുന്ന സ്ഥലത്തിന് നിയറസ്റ്റ് ആയിട്ടുള്ളൊരു എക്സാം സെൻറ്റർ ബുക്ക് ചെയ്യാം. എക്സാം ബുക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് യു ക്യാൻ സ്റ്റാർട്ട് യുവർ വർക്കൗട്ട്. മാർക്കിംഗ് ക്രൈറ്റീരിയ വർക്കൗട്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ഒക്കെ പഠിക്കാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, പ്രൊഫഷണൽ വാല്യൂ സ്റ്റേഷൻസ് ഇതെന്തൊക്കെയാണ്, എങ്ങനെയാണ് പഠിക്കേണ്ടത്, അതൊക്കെ ആലോചിച്ച് മനസ്സിലാക്കി പഠിക്കുക. അങ്ങനെ വർക്കൗട്ടിങ് സ്റ്റാർട്ട് ചെയ്യുക. വർക്കൗട്ടിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യത്തെ സ്റ്റെപ്പാണ് പ്രിന്റ് ഔട്ട് യുവർ മാർക്കിംഗ് ക്രൈറ്റീരിയ. മാർക്കിംഗ് ക്രൈറ്റീരിയ ഫുൾ പ്രിന്റ് ഔട്ട് എടുക്കുക. സോ ഫിസിക്കലായിട്ട് പേപ്പർ നമ്മുടെ കയ്യിലുള്ളപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ കറക്ഷൻ ഉണ്ടെങ്കിൽ അത് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് അണ്ടർലൈൻ ചെയ്ത് സൈഡിൽ ഇമ്പോർട്ടൻറ്റ് നോട്ട്സ് ഒക്കെ എഴുതി ആ ക്രൈറ്റീരിയ തന്നെ, മാർക്കിംഗ് ക്രൈറ്റീരിയ തന്നെ നോട്ട്സ് ഒക്കെ എഴുതി പോവാം. സോ പ്രിന്റ് ഔട്ട് യുവർ മാർക്കിംഗ് ക്രൈറ്റീരിയ. ദെൻ പ്രിന്റ് ഔട്ട് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ്. നമുക്ക് ക്രോമിൽ തന്നെ നോക്കിയെടുക്കാവുന്നതാണ് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ്. ലൈക്ക് ഓരോ പ്രൊസീജിയറിനും കുറച്ച് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് കാണും. ഫോർ എക്സാമ്പിൾ ന്യൂട്രീഷൻ അസസ്മെന്റ്, അതിന് മസ്റ്റ് ചാർട്ട് ഉണ്ട്. അതുപോലെ ബവൽ അസസ്മെന്റ്, അതിന് സ്റ്റൂൾ ചാർട്ട് ഉണ്ട്. അതുപോലെ പ്രഷർ ഏരിയ അസസ്മെന്റ്, അതിന് ബ്രാഡൻ സ്കെയിൽ ഉണ്ട്. അങ്ങനെ അതിന് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് അസസ്മെന്റ് ചെയ്യാൻ ന്യൂസ് ചാർട്ട്, അങ്ങനെയുള്ള ചാർട്ടുകളുടെയൊക്കെ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സിന്റെ പ്രിന്റ് ഔട്ടുകൾ എടുക്കുക. കാരണം നമ്മൾ ഇത് തിയറിയായിട്ട് പഠിച്ചു വെക്കുമല്ലോ, അത് നമുക്ക് ചാർട്ട് ചെയ്തുകൂടെ കാണിക്കേണ്ട ആവശ്യകതയുണ്ട്. അപ്പോൾ ആ ചാർട്ടിങ് പഠിക്കാൻ വേണ്ടി ആ ചാർട്ട്സിന്റെ പ്രിന്റ് ഔട്ടുകളും കൂടി എടുക്കേണ്ടതായിട്ടുണ്ട്. ഇതൊക്കെ പ്രിന്റ് ഔട്ട് എടുത്തതിന് ശേഷം അതൊക്കെ ഒന്ന് വർക്കൗട്ട് ചെയ്യുക. ഇതൊക്കെ ഇന്ന സ്റ്റേഷൻ്റെ ആണ്, ഇതൊക്കെ ഇങ്ങനെയാണ്, ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കുക സ്വയം. നെക്സ്റ്റ് യു ക്യാൻ യൂസ് വീഡിയോസ്. ലൈക്ക് യൂട്യൂബിൽ തന്നെ ഒരുപാട് വീഡിയോസ് അവൈലബിൾ ആണ്. ബട്ട് എല്ലാം നമ്മുടെ മാർക്കിംഗ് ക്രൈറ്റീരിയയോട് ചേർന്നിരിക്കുന്ന വീഡിയോസ് അല്ല. ചില വീഡിയോസ്, വളരെ കുറച്ച് വീഡിയോസ് മാത്രമേ ഉള്ളൂ പുതിയ ഓസ്കി. പഴയ ഓസ്കിയുടെ സോ ഡെഫിനറ്റ്ലി യു നീഡ് ടു ചെക്ക് ദ ഡേറ്റ് ഓഫ് ദ വീഡിയോ. ലൈക്ക് 3 years 2 years മുന്നേ ഒക്കെ ഇറങ്ങിയ വീഡിയോസ് ആണെങ്കിൽ ഓസ്കി ഒരുപാട് മാറിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം. സോ റീസെൻ്റ്ലി ഇറങ്ങിയ വീഡിയോസ് യൂസ് ചെയ്യുക.
ആൻഡ് അത് മാർക്കിംഗ് ക്രൈറ്റീരിയ ആയിട്ട് ചേർന്ന് നിൽക്കുന്ന വീഡിയോസ് മാത്രം സെലക്ട് ചെയ്യുക. എല്ലാ വീഡിയോസും ചില വീഡിയോസൊക്കെ പ്രൊസീജിയർ വൈസ് ഒക്കെ ചെയ്തു പോവുകയാണ്. അതൊന്നും NMCയുടെ മാർക്കിംഗ് ക്രൈറ്റീരിയ ഓസ്കിയുടെ മാർക്കിംഗ് ക്രൈറ്റീരിയ ആയിട്ട് യോജിച്ച് നിൽക്കുന്നില്ല. സോ അങ്ങനെയുള്ള വീഡിയോസ് മാത്രം സെലക്ട് ചെയ്ത് റെഫർ ചെയ്യുക. ദെൻ സെറ്റ് ഗോൾസ് സെറ്റ് ചെയ്യും. ഞാൻ ഇത്ര ദിവസത്തിനുള്ളിൽ പ്രൊഫഷണൽ വാല്യൂ പഠിക്കും, ഇത്ര ദിവസത്തിനുള്ളിൽ എവിഡൻസ് ബേസ്ഡ് പഠിച്ചു തീർക്കും, ഇത്ര ദിവസത്തിനുള്ളിൽ ഇത്ര പ്രൊസീജിയേഴ്സ് വർക്ക്ഔട്ട് ചെയ്യും. അങ്ങനെ നിങ്ങൾക്ക് അച്ചീവബിൾ ആയിട്ടുള്ള ഗോൾസ് സെറ്റ് ചെയ്യുക. നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ സിറ്റുവേഷൻ അറിയാം, അല്ലെങ്കിൽ നിങ്ങളുടെ അവസ്ഥ അറിയാം. ഞാൻ കെയർ ഹോമിൽ ഡ്യൂട്ടിക്ക് പോകുന്ന ആളാണ്. അപ്പോൾ എനിക്ക് ഡ്യൂട്ടിക്ക് പോകുന്ന ദിവസം ടയർഡാണ്, നമ്മളെല്ലാം മനുഷ്യന്മാർ, അന്ന് എനിക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റത്തില്ല. സോ ആഴ്ചയിൽ 3 ദിവസം വർക്കിന് പോകുന്ന ആളാണെങ്കിൽ ബാക്കി ദിവസമേ എനിക്ക് പഠിക്കാൻ സമയമുള്ളൂ. അതിനിടയ്ക്ക് എനിക്ക് ബാക്കി എൻ്റെ വീടിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, അതൊന്നും എനിക്ക് സ്കിപ്പ് ആവാൻ പറ്റത്തില്ല. സോ നിങ്ങൾക്കറിയാം നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണെന്ന്. സോ അതനുസരിച്ച് വേണം എക്സാം ബുക്ക് ചെയ്യാൻ. സോ ടൈം ഇസ് ആൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട്. ബിക്കോസ് എന്താ, ഇതൊക്കെ പ്രൊസീജിയറാണ്, നമുക്ക് ചെയ്ത് പഠിക്കണം. നമുക്ക് മഗപ്പ് ചെയ്ത് പഠിച്ച് പോയി എഴുതാൻ പറ്റുന്ന എക്സാം അല്ല. സോ പ്രാക്ടീസ് ആണ് നിങ്ങളെ ആ പ്രൊസീജിയർ ബെറ്റർ ആയിട്ട് ചെയ്യാൻ വേണ്ടി ഡെവലപ്പ് ആക്കുന്നത്. അതുകൊണ്ട് ടൈം ഫ്രെയിം ഇട്ട് വേണം എക്സാം ബുക്ക് ചെയ്യാൻ. ആൻഡ് ഓൾസോ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക, വീഡിയോസ് റെഫർ ചെയ്യുക, മാർക്കിംഗ് ക്രൈറ്റീരിയയുമായിട്ട് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. ദെൻ സ്റ്റാർട്ട് യുവർ പ്രാക്ടീസ്. ആൻഡ് നിങ്ങളുടെ ഗോൾസ് അച്ചീവബിൾ ആയിട്ടുള്ള ഗോൾസ് സെറ്റ് ചെയ്ത് ആ ഗോൾസ് മീറ്റ് ചെയ്യണം. 2 വീക്സ് കഴിയുമ്പോൾ നിങ്ങളുടെ ഗോൾസ് വീണ്ടും ക്രോസ് ചെക്ക് ചെയ്യണം. ഞാൻ ഇതൊക്കെ മീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ടിക്ക് ഇടുക, മീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അത് മീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ വേണം ഗോൾസ് സെറ്റ് ചെയ്യാൻ. സ്റ്റഡി ആൻഡ് വർക്ക്ഔട്ട് ഓൾ ഡോക്യുമെന്റ്സ്. ഓരോ പ്രൊസീജിയർ പഠിക്കുമ്പോൾ ജസ്റ്റ് പ്രൊസീജിയർ മാത്രം പഠിച്ചു പോവാതെ അതിന്റെ കൂടെ സപ്പോർട്ടിങ് ഡോക്യുമെന്റ്സും കൂടെ ചെയ്തു പോവുക. ഈ പ്രൊസീജിയർ ഇന്നത് കഴിയുമ്പോൾ, ഇപ്പം ഇൻഹേൽഡ് മെഡിക്കേഷൻ ആണെങ്കിൽ അത് കഴിയുമ്പോൾ അത് സിഗ്നേച്ചർ ഇടാനുണ്ട്, ആ സിഗ്നേച്ചർ ഇടുക. ഇപ്പൊ യൂറിൻ അനാലിസിസ് ആണെങ്കിൽ ഇതെങ്ങനെയാണ് ഡോക്യുമെന്റ് ചെയ്യേണ്ടത്, അതെല്ലാം അതിന്റെ ഒപ്പം പഠിച്ച് പോവുക. പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. യൂസ് ടൈമർ, മസ്റ്റ് ആയിട്ട് ടൈമർ യൂസ് ചെയ്യുക. ഓരോ കറക്റ്റ് ഇപ്പോൾ 10 മിനിറ്റുള്ള പ്രൊസീജിയർ ആണെങ്കിൽ 9 മിനിറ്റ് വെച്ച് പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക. അത് കഴിഞ്ഞ് കുറച്ച് പ്രാക്ടീസ് ആയി ഡെവലപ്പ് ആയി കഴിയുമ്പോൾ 8 മിനിറ്റ് വെച്ച് പ്രാക്ടീസ് ചെയ്ത് തീർക്കാൻ വേണ്ടി പഠിക്കുക. എന്നാലേ എക്സാം സെന്ററിൽ പോയിട്ട് 10 മിനിറ്റുള്ളിൽ അത് തീർക്കാൻ പറ്റത്തുള്ളൂ. പ്രാക്ടീസ് ആസ് ലൈക്ക് ഇൻ എ റിയൽ സിനാരിയോ. റിയൽ ആയിട്ട് നിങ്ങൾ എക്സാം ടൈമിൽ എന്നാണോ ചെയ്യാൻ പോകുന്നത് അങ്ങനെയുള്ള രീതിയിൽ തന്നെ പ്രാക്ടീസ് ചെയ്യുക. ചുമ്മാ ഉഴപ്പരുത്. ലൈക്ക് ചിലരെന്താ, ഞാൻ ഇപ്പൊ ഇങ്ങനെ ചെയ്താലും ഞാൻ എക്സാമിൽ കറക്റ്റ് ചെയ്യും എന്നും പറഞ്ഞ് കിടന്ന് ഉഴപ്പുന്നവരുണ്ട്. അങ്ങനെയൊന്നും ചെയ്യരുത്. എങ്ങനെയാണോ നിങ്ങൾ എക്സാമിൽ ചെയ്യാൻ പോകുന്നത് അതേ സീരിയസ്നെസ്സിൽ വേണം പ്രൊസീജിയർ പ്രാക്ടീസ് ചെയ്യാൻ. ആൻഡ് ഒരു ഫ്രണ്ടിനെയോ ആരെങ്കിലും പിടിച്ചെടുത്ത് നിങ്ങളുടെ പ്രൊസീജിയർ കാണിക്കുക. ഇപ്പൊ നിങ്ങൾ ഫ്രണ്ട്സ് ഇല്ലാതെ ഒറ്റയ്ക്ക് താമസിക്കുന്നത്, ലൈക്ക് കെയർ ഹോമിലൊക്കെ ആണെങ്കിൽ ഗ്രൂപ്പായിട്ട് സ്റ്റുഡൻസ് ഉണ്ടായിരിക്കില്ല. അപ്പം നിങ്ങളുടെ പാർട്ട്ണറിനെ അല്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡ് വൈഫ് ആരാ നിങ്ങളുടെ കൂടെ ഉള്ളതെന്ന് വെച്ചാൽ അവരെ പിടിച്ചിരുത്തി അവർക്ക് ഈ വീഡിയോ കാണിച്ചു കൊടുക്കുക. വീഡിയോയിലുള്ള പോലെയാണോ ഞാൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ മാർക്കിംഗ് ക്രൈറ്റീരിയ ഉള്ള പോലെയാണോ ഞാൻ ചെയ്യുന്നതെന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞ് മാർക്കിംഗ് ക്രൈറ്റീരിയ കൊടുത്ത് അവരെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറയുക. അങ്ങനെ ഒരാളുടെ ഒബ്സർവേഷനിൽ ചെയ്യുക. ആൻഡ് അലോ ദം ടു കറക്റ്റ് യു. നെക്സ്റ്റ്, ഡു നോട്ട് കോംപ്രമൈസ്. ഡു ഓൾ സ്റ്റേഷൻസ്. ഒട്ടും കോംപ്രമൈസ് ചെയ്യലും. ഈ സ്റ്റേഷൻ എഴുതാനുള്ളൂ ഞാൻ ചെയ്യും, ആ സമയത്ത് ഞാൻ ചെയ്തോളൂ. ഇത് ഇൻഹേൽഡ് മെഡിക്കേഷൻ അല്ലേ, ഇൻഹേലർ അല്ലേ, ഞാൻ കുറേ ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ CPR ഞാൻ കുറേ ചെയ്തിട്ടുള്ളത് എനിക്കറിയാം എന്നും പറഞ്ഞ് കോംപ്രമൈസ് ചെയ്യരുത്. എല്ലാ പ്രൊസീജിയറും നിങ്ങൾക്ക് എത്ര പ്രാക്ടീസ് ഉണ്ട്, നിങ്ങൾക്ക് 20 വർഷം എക്സ്പീരിയൻസ് ഉണ്ട്, അല്ലെങ്കിൽ 30 വർഷം എക്സ്പീരിയൻസ് ഉണ്ട്, എത്ര എക്സ്പീരിയൻസ് ഉണ്ട്, എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും മാർക്കിംഗ് ക്രൈറ്റീരിയ ഡിഫറെൻ്റ് ആണ്. മാർക്കിംഗ് ക്രൈറ്റീരിയ ചെയ്യുന്നത് പോലെ ആ പ്രൊസീജിയർ ചെയ്ത് പഠിക്കുക. ഇപ്പൊ മെഡിക്കേഷൻ, ഇപ്പൊ സപ്പോസ് അഡ്മിനിസ്ട്രേഷൻ ഒന്നും ഒരു നേഴ്സിനെയും പഠിപ്പിക്കേണ്ട കാര്യമില്ല, കാരണം എല്ലാവരും ചെയ്യുന്നത്. എന്നിരുന്നാലും മാർക്കിംഗ് ക്രൈറ്റീരിയ ഉള്ള രീതിയിൽ ചെയ്ത് പഠിക്കുക. എന്നാലേ എക്സാമിന് പാസ്സാവത്തുള്ളൂ. നമ്മുടെ എക്സ്പീരിയൻസ് ഒന്നും ഓസ്കി ടൈമിൽ കൺസിഡർ ചെയ്യത്തില്ല. നമ്മൾ എങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നു, നമ്മൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് മാത്രമേ ആ സമയത്ത് അവർ നോക്കത്തുള്ളൂ. ലാസ്റ്റ് വൺ ഈസ് സെൽഫ് കെയർ. കുറച്ച് സെൽഫ് കെയർ എടുക്കുക. ലൈക്ക് ബിലീവ് യുവർ സെൽഫ്. ഫസ്റ്റ് വൺ അതാണ്, ബിലീവ് യുവർ സെൽഫ്. നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങൾ ലോട്ട് ഓഫ് പീപ്പിൾസ് കെയർ ഹോമിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളുണ്ട്. അവരൊക്കെ നാട്ടിലോ അല്ലെങ്കിൽ GCC കൺട്രീസിലോ ഒക്കെ ഒരുപാട് വർഷം നല്ല വർത്തായിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ളവരുണ്ട്. ലൈക്ക് ICUലൊക്കെ നന്നായിട്ട് വർക്ക് ചെയ്ത് നല്ല എക്സ്പീരിയൻസ് റിസോഴ്സ് ഉള്ളവരുണ്ട്. പക്ഷെ ഞാൻ കെയർ ഹോമിൽ കയറാ, എനിക്ക് ഓസ്കി കിട്ടുമോ, അല്ലെങ്കിൽ ഒന്നും സ്റ്റാർട്ട് ചെയ്ത് വെക്കുന്നില്ല, അങ്ങനെയൊക്കെ ഉള്ളവരുണ്ട്. സോ ബിലീവ് യുവർ സെൽഫ്. നിങ്ങൾക്ക് നിങ്ങളുടെ കരിയർ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. സോ സ്റ്റാർട്ട് NMC പ്രൊസീജിയർ ആൻഡ് ബുക്ക് യുവർ ഓസ്കി ആൻഡ് CBT. സോ ബിലീവ് യുവർ സെൽഫ് ഫസ്റ്റ്. എനിക്കിത് കോൺഫിഡൻറ്റോടെ ചെയ്ത് തീർത്ത് 10 സ്റ്റേഷന് ഫസ്റ്റ് ടൈം തന്നെ പാസ്സാവാൻ പറ്റും എന്നുള്ളൊരു ബിലീഫ് ഡെവലപ്പ് ചെയ്യുക. ബി കോൺഫിഡൻറ്റ്. നമ്മൾ നല്ല കോൺഫിഡൻ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുക. നമ്മൾ ടെൻഷൻ വരുമ്പോൾ കൈ പറിച്ചിട്ടാണ് നമുക്ക് ഓരോ മിസ്റ്റേക്സ് വരുന്നത്. പക്ഷെ ഞാൻ ചെയ്യുന്നത് കോൺഫിഡൻ്റ് ആണ് എന്നുള്ള രീതിയിൽ ആ കോൺഫിഡൻസോടുകൂടെ ചെയ്യുക. മൈനർ മിസ്റ്റേക്ക് ഒക്കെ ആണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ അറ്റ് ദ എൻഡ് ഓഫ് ദ പ്രൊസീജിയർ പറഞ്ഞാൽ എക്സാമിനേഴ്സ് അവർക്ക് മനസ്സിലാവും മിസ്റ്റേക്സ് ഉണ്ടാവുന്നു. സോ ഡെഫിനറ്റ്ലി യു വിൽ പാസ്. ലാസ്റ്റ് വൺ ഇസ് സ്ട്രെസ് റിലീഫ്. സ്ട്രെസ് എടുക്കാതെ ഒന്നും നടക്കത്തില്ല. സ്ട്രെസ് എടുക്കാതെ എല്ലാ കാര്യത്തിനും അതിൻ്റെതായ സ്ട്രെസ് ഉണ്ട്.
നമുക്ക് വീടുണ്ട്, വർക്കുണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ബട്ട് അതിൻ്റെ കൂട്ടത്തിൽ ഈ കാര്യങ്ങളുടെ സ്ട്രെസ് എടുത്താലേ നമുക്കൊരു ബെറ്റർ ലൈഫിലോട്ട് എത്താനൊക്കത്തുള്ളൂ. അത് എത്രയും പെട്ടെന്ന് എടുക്കാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് എടുക്കുക. ഈ ചിലരുടെ മോട്ടിവേഷണൽ സ്പീക്കിലൊക്കെ കേൾക്കുന്നില്ലേ, നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും നമ്മുടെ സ്ട്രെസ് എന്ന്. ഫോർ എക്സാമ്പിൾ, നമ്മൾ 20ാമത്തെ വയസ്സ് ഇന്ന സ്ട്രെസ് എടുക്കാം, അത് കുറച്ച് കഴിഞ്ഞ് വേണമെങ്കിലും എടുക്കാം. അങ്ങനെ നമുക്ക് നമ്മുടെ സ്ട്രെസ്സിനെ മാറ്റി വെക്കാം. പക്ഷെ ഏതെങ്കിലും ഒരു സമയത്ത് നമ്മൾ ആ സ്ട്രെസ് എടുത്തേക്കത്തുള്ളൂ. സോ എത്രയും നേരത്തെ എഴുതാൻ പറ്റുമോ അത്രയും നേരത്തെ എഴുതുക. ഇപ്പം കുറെ പേര് എഴുതുന്ന ഹോസ്കി കുറച്ച് നാൾ കഴിഞ്ഞ് ചിലപ്പോൾ മാറി ആനിമേഷൻ ടൈപ്പിലൊക്കെ വരും എന്നൊക്കെ പറയുന്നു. സോ അങ്ങനെയുള്ള റിസ്ക് വരുന്നതിന് മുമ്പേ ഇപ്പോഴേ സ്ട്രെസ് എടുക്കുക. നിങ്ങൾ തന്നെ ഇപ്പോഴേ കുറെ ആൾക്കാർ എഴുതിയിട്ടുള്ള കുറച്ച് എക്സ്പീരിയൻസ് നമ്മളുണ്ട്, അത് യൂസ് ചെയ്ത് എളുപ്പം എഴുതി പാസ്സാവാൻ നോക്കുക. അങ്ങനെ എടുക്കാൻ പറ്റുന്ന സ്ട്രെസ് വേഗം എടുക്കുക. സോ ആൻഡ് ഓൾസോ എക്സാം സ്ട്രെസ്സിന്റെയും മൈൻഡ്ഫുൾനെസ്സിനെ കുറിച്ച് ഒരു വേറെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതൊക്കെ യൂട്ടിലൈസ് ചെയ്യുക. നമ്മുടെ ചാനലിൽ നോക്കിക്കഴിഞ്ഞാൽ ഓസ്കി സെൽഫായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് വീഡിയോസ് കിടപ്പുണ്ട്. ഞാൻ മാക്സിമം ഇപ്പോൾ യൂട്യൂബ് എല്ലാവരുടെയും കയ്യിൽ ഫോണുണ്ട്. യൂട്യൂബ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പഠിക്കാൻ പറ്റും. എൻ്റെ വീഡിയോസിൽ ഒരുപാട് വീഡിയോസ്, എല്ലാ പ്രൊഫഷണൽ വാല്യൂസും എല്ലാ എവിഡൻസ് ബേസ്ഡ് പ്രാക്ടീസും മാക്സിമം എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അതൊക്കെ യൂട്യൂബിൽ ഫ്രീ ആയിട്ടാണ് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാം. സോ അതൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അറ്റ്ലീസ്റ്റ് അതൊക്കെ ഒന്ന് പഠിച്ചു തുടങ്ങുമെങ്കിലും ചെയ്യുക. ഒരു മാറ്റത്തിന് തുടക്കം വെക്കുക. അറ്റ്ലീസ്റ്റ് കുറച്ച് പോർഷനായിട്ടെങ്കിലും പഠിച്ച് സ്റ്റാർട്ട് ചെയ്യുക. ബാക്കി നിങ്ങൾക്ക് ട്രെയിനിങ് വേണമെന്ന് തോന്നുമെങ്കിൽ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുക. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഫോൺ നമ്പർ താഴെയുണ്ട്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. വീഡിയോ കാണുമ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ കണ്ടിന്യൂ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.